സംസ്ഥാനത്ത് SSLC പരീക്ഷയിൽ 99.07% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹരായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിജയശതമാനം കുറഞ്ഞു. കഴിഞ്ഞ വർഷം 99.5% വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് അർഹരായത്. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. റെഗുലർ പരീക്ഷ എഴുതിയ 4,14,290 പേരിൽ 4,10,456 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 2,10,727 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 2,08,474 പേരും 2,03,563 പെൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 2,01,982 പേരും ഉപരിപഠനത്തിന് അർഹരായി. 30,514 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയത്തിനും A+ ലഭിച്ചു. കഴിഞ്ഞ വർഷം ഇത് 61,449 ആയിരുന്നു. ഇത്തവണ 20,771 പെൺകുട്ടികളും 9,743 ആൺകുട്ടികളും ഫുൾ A+ നേടി. പഴയ സ്കീമിൽ പരീക്ഷ എഴുതിയ 251 വിദ്യാർത്ഥികളിൽ 189 പേർ ഉപരിപഠനത്തിന് അർഹരായി. ഗൾഫിലെ 7 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതിയ 631 വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹരായി. ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതിയ 386 വിദ്യാർത്ഥികളിൽ 377 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. പരീക്ഷാഫലം ഡിജി ലോക്കറിലും വാട്സപ്പ് സന്ദേശമായും ലഭ്യമാകും. 9188619958 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമയച്ചാൽ പരീക്ഷാഫലം ലഭ്യമാകും. പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ശനിയാഴ്ച മുതൽ ഈ മാസം 21 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി അവസാന വാരത്തിൽ ഫലം പ്രഖ്യാപിക്കും. പരമാവധി 3 വിഷയങ്ങൾക്ക് വരെ പരീക്ഷ എഴുതാം. വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റുകൾ ഡിജി ലോക്കറിൽ ലഭ്യമാകും. ഏറ്റവും കൂടുതൽ വിജയശതമാനം കൂടിയ ജില്ല പത്തനംതിട്ടയാണ്. 99.72% വിജയശതമാനം. ഏറ്റവും കൂടിയ വിജയശതമാനമുള്ള വിദ്യാഭ്യാസ ജില്ല കുട്ടനാടാണ്. 100% വിജയമാണ് കുട്ടനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഫുൾ A+ നേടിയവരുടെ എണ്ണം പകുതിയായി കുറഞ്ഞതിന് പിന്നിൽ പുതിയ കരിക്കുലം കാരണമായേക്കാമെന്നും ഇക്കാര്യം വിശദമായി പരിശോധിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.